ഹായ് ഓൾ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെമിസ്ട്രി ഓഫ് ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്കൊരു MSc ലെവലിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രജൻ്റെ അല്ലെങ്കിൽ ബാക്കി നമ്മളുടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിലും നമ്മൾ വേറെ ചാപ്റ്ററുമായിട്ട് ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റും പൊതുവെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഓർഗാനോ മെറ്റാലിക്സിൽ നമ്മൾ മെറ്റൽ ഹൈഡ്രൈഡ് പഠിക്കുന്നുണ്ട്, അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ഒരു കെമിസ്ട്രി ഓഫ് ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്കിനകത്ത് നമ്മൾ ബേസിക്കായിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, കോമൺ ആയിട്ട് തരുന്ന റിയാക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ പല ചാപ്റ്ററിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എല്ലാവരും ക്ലബ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് MSc ലെവലിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ പേപ്പർ നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അയണൈസേഷൻ എനർജി അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡയറക്റ്റ് ചോദിച്ച് കണ്ടുള്ളൂ. പക്ഷേ ഡിഗ്രി ലെവലിലുള്ള കെമിസ്ട്രി എക്സാംസിനകത്ത് ചോദിച്ചിട്ടുള്ള ആ ഒരു ടോപ്പിക്കിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സിലബസിനകത്ത് കെമിസ്ട്രി ഓഫ് ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നമ്മളിന്ന് എടുക്കാൻ പോകുന്ന യൂണിറ്റിനെ വളരെ ബേസിക് ലെവലിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള പോയിന്റ്സ് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അപ്പം കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പം കൂടുതലും ഈ പറഞ്ഞ പോലെ മെമ്മറി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ പിന്നെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കൺസെപ്റ്റ് വൈസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ പറയാനുള്ള കാരണം ക്ലാസ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നാം, ഇതൊക്കെ എനിക്ക് അറിയാമല്ലോ എന്ന്. ഓക്കെ, അപ്പം അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാമെങ്കിലും ചിലപ്പം കൺസെപ്റ്റ് ചിലപ്പം നമുക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ്ഡ് ലെവലിലേക്കാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു യൂണീക്ക് പൊസിഷനാണ് ഹൈഡ്രജൻ ഉള്ളത്. അത് ഈ പറഞ്ഞ പോലെ ആൽക്കലി മെറ്റൽസുമായിട്ടും അതുപോലെ തന്നെ ഹാലജൻസുമായിട്ട് എന്ത് കാണിക്കുന്നുണ്ട്, ഒരു സിമിലർ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനൊരു യൂണീക്ക് എലമെൻ്റായിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഹൈഡ്രജനെ പറയാറുള്ളത്. ഫസ്റ്റ് എലമെൻ്റ് ആണ് പീരിയോഡിക് ടേബിളിൽ. അതുപോലെ തന്നെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റുമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും ഇനി ഫ്യൂച്ചർ ഫ്യൂവൽ എന്നൊക്കെയാണ് ഹൈഡ്രജനെ നമ്മൾ വിളിക്കാറുള്ളത്. അപ്പം ഇനി റിസർച്ച് ഒക്കെ ഒരുപാട് ഹോട്ടായിട്ട് നടക്കുന്ന ഒരു ഏരിയ കൂടെയാണ് ഹൈഡ്രജൻ സ്റ്റോറേജ്, ഹൈഡ്രജൻ പ്രൊഡക്ഷനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് കെമിസ്ട്രിപരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലല്ല പഠിക്കുന്നത്, വേറെ പലയിടത്തായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ ഡിസ്കവർ ചെയ്യുന്നത് ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ലവോസിയർ ആണ് ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ട്. നോർമലി ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡയറ്റോമിക് ഫോമിലാണ്, ഡൈഹൈഡ്രജനായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റോമിക് ഫോം എന്ന് പറയുന്നത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്കത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ പറയാനായിട്ട് പോവുക. ജസ്റ്റ് ഓടിച്ചു വിട്ടാൽ മാത്രം മതി, അതിനകത്ത് നമുക്ക് ഒത്തിരി സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അതുപോലെ തന്നെ അതൊരു ലൈറ്റസ്റ്റ് എലമെൻ്റ് ആണ്. ഡയറ്റോമിക് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡൈഹൈഡ്രജൻ H2 ഫോമിലാണ്, ആ ഒരു ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡൈഹൈഡ്രജൻ അതിനെ വിളിക്കുന്നത്. ഇനി അറ്റോമിക് ഫോം ഓഫ് ഹൈഡ്രജൻ എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, വളരെ ഹൈ ടെമ്പറേച്ചർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു അറ്റോമിക് ഫോമിൽ അത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഡിസ്കവർ ചെയ്തത് ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, ഇയർ ഒന്നും ഓർത്തിരിക്കേണ്ട, ഹെൻറി കാവൻഡിഷ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, എണ്ണ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ എന്നുള്ള ആ ഒരു ടേം പ്രപ്പോസ് ചെയ്ത ലവോസിയർ ആണ്. ഇതിനെ ഗ്രീക്കിൽ ഹൈഡ്രോ മീനിങ് വാട്ടർ, ജീൻ മീനിങ് പ്രൊഡ്യൂസിങ്, വാട്ടർ പ്രൊഡ്യൂസിങ് എന്നുള്ള ആ ഒരു മീനിൽ ആണ് ലവോസിയർ ആ ഒരു ടേം എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ കൊണ്ടുവരുന്നത്. സോ ഇറ്റ് പ്രൊഡ്യൂസസ് വാട്ടർ ഓൺ ബേണിംഗ് വിത്ത് ഓക്സിജൻ. നമുക്കറിയാം ഓക്സിജനായിട്ട് ബേൺ ചെയ്ത സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, H2O, വാട്ടറാണ് നമുക്ക് കിട്ടുന്നത്. സോ വാട്ടർ പ്രൊഡ്യൂസിങ് എന്നുള്ള മീനിലാണ് ഹൈഡ്രജൻ എന്നുള്ള ഒരു ടേം ലവോസിയർ കോയിൻ ചെയ്യുന്നത്. ഓക്കെ, hydrogen forms a large variety of compounds and is of great industrial importance. അതിലേക്കൊക്കെ നമുക്ക് വരാം.
Hydrogen is the most abundant element in the universe and 10th most abundant by mass on Earth, where it is found in the oceans and all forms of life. സ്റ്റേബിൾ ഫോം ഞാൻ പറഞ്ഞു ഏതാണ്, H2 ആണ് നമുക്ക് സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എസെൻഷ്യലി ഒൺലി കോമ്പോണൻറ്റ് ഓഫ് ദ എക്സ്ട്രീംലി തിൻ ഔട്ടർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എർത്തിൻ്റെ ലോവർ അറ്റ്മോസ്ഫിയറിലൊക്കെ വളരെ കുറച്ച് എമൗണ്ട്, ട്രൈസ് എമൗണ്ടിൽ മാത്രമേ നമുക്ക് ഹൈഡ്രജനെ കാണാനും സാധിക്കത്തുള്ളൂ. ഡൈഹൈഡ്രജൻ മാൻ ഹാസ് മെനി യൂസസ്. ഓക്കെ, ഇപ്പോൾ ഈ ഹൈഡ്രജൻ്റെ കേസിൽ നമ്മൾ ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ ജനറേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നാച്ചുറലായിട്ട് ഹൈഡ്രജനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം അമോണിയയുടെ എന്താണ് ബയോസിന്തസിനകത്ത്, അതുപോലെ ഫെർമെൻറ്റേഷൻ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ടൊക്കെ നമുക്ക് ഡൈഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം നാച്ചുറലി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മെയിൻലി നമ്മളിതിനെ ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് ഹൈഡ്രജനെ വിശേഷിപ്പിക്കുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, ഒന്നാമത്തെ കാര്യം നമുക്ക് റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് ഹൈഡ്രജൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹൈഡ്രജനെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് എനർജി മെറ്റീരിയൽസ് അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട് ചില സ്റ്റോറേജിൻ്റെ ലിമിറ്റേഷനും ഡെൻസിറ്റി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഹൈഡ്രജന്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഫ്യൂച്ചർ ഓഫ് ദ ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് വിളിക്കുന്നത്. കാരണം അവൈലബിലിറ്റി ഫ്രം ഫുള്ളി റിന്യൂവബിൾ സോഴ്സസ് ആണ്. അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ഹൈലി എക്സോതെർമിക് വിത്ത് O2. ബട്ട് എന്താണ് വോളറ്റിലിറ്റിയും അതുപോലെ തന്നെ ലോ എനർജി ഡെൻസിറ്റിയും ഒക്കെയാണ് ഹൈഡ്രജൻ്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് നമ്മൾ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോൾ അല്ലെങ്കിൽ ഓയിൽ നിന്നാണ്. അതുപോലെ നാച്ചുറൽ ഗ്യാസ്, സോളാർ എനർജി, ഫ്യൂഷൻ, ഫിഷൻ, ഇതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജനെ നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാം, മെയിനായിട്ട് എനർജി സ്റ്റോറിംഗ് ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കാം, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ് ബാലൻസിങ് റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, പോർട്ടബിൾ ഇലക്ട്രോണിക്സ്, അങ്ങനെ ഒരുപാടധികം ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. അതിന് മുന്നേ നമുക്ക് ഹൈഡ്രജനെ കുറച്ച് പ്രോപ്പർട്ടീസും ഇതിൻ്റെ സിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം യുണീക്ക് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ നമ്മൾ പറഞ്ഞു എന്താണ് യുണീക്ക് പൊസിഷൻ ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഹൈഡ്രജൻ ഫസ്റ്റ് എലമെൻ്റ് ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പം ഇതിനകത്ത് ഒരു പ്രോട്ടോണും അതുപോലെ തന്നെ നമുക്കൊരു ഇലക്ട്രോണും ആണുള്ളത്. ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്, 1s1 ആണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ എലമെൻ്റൽ ഇൻ ദ നോർമൽ എലമെൻ്റൽ ഫോം ഇറ്റ് എക്സിസ്റ്റ് ഡയറ്റോമിക് ആൻഡ് അതിനെ ഡൈഹൈഡ്രജൻ എന്നാണ് വിളിക്കുന്നത്. It resembles both alkali metals and halogens and therefore its position is anomalous. So some chemists argued that its placement with alkali metals while some others argued process inclusion with the halogens. ഞാൻ പറഞ്ഞു ഓൾറെഡി എന്താണ് ഒരു അനോമലസ് ബിഹേവിയർ ആണ്. ആൽക്കലി മെറ്റൽസുമായിട്ടും അതുപോലെ തന്നെ ഹാലജൻസുമായിട്ട് ചില പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസുമായിട്ടും അതുപോലെ ഹാലജൻസുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, the resemblance with the alkali metals. ഓക്കെ, അപ്പം ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ ആരൊക്കെയാണ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഒക്കെയാണ്. അപ്പം ഈ ഒരു കേസിൽ ഫസ്റ്റ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്. നമുക്കറിയാം ഹൈഡ്രജൻ്റെ കേസിൽ 1s1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും, ഈ പറഞ്ഞ പോലെ 1 ഇലക്ട്രോൺ എന്താ വാലൻസ് ഷെല്ലാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ലിഥിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1s2 2s1 ആണ്, 3s1 ആണ് വാലൻസ് ഷെൽ ഓഫ് സോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കേസിലും എന്താണ് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് ആൽക്കലി മെറ്റൽസുമായിട്ട് സിമിലർ ആണ്. അതാണ് ഫസ്റ്റ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം H+ ആകാനുള്ള ഒരു ടെൻഡൻസി എന്തുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ തന്നെ ആൽക്കലി മെറ്റൽസിന് എന്താണ് പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് സ്റ്റേബിൾ ആകാനായിട്ടാണ് അവരും ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ആർക്കുണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അത് ആൽക്കലി മെറ്റൽസിനും ഉണ്ട്. സോ എന്താണ് ഹൈഡ്രജൻ ലൈക്ക് ആൽക്കലി മെറ്റൽസ് ഈസ് ഓൾസോ ഇലക്ട്രോ പോസിറ്റീവ് ബിക്കോസ് ഇറ്റ് ക്യാൻ ലൂസ് 1 ഇലക്ട്രോൺ readily to form hydrogen ion H+. Okay, സോ വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നോർമലി ആൽക്കലി മെറ്റൽസ് ഒരു വാലൻസി ഇലക്ട്രോൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ ഒരു കേസിൽ എന്താണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. സെയിം പോലെ തന്നെയാണ് ഹൈഡ്രജനും. ലൈക്ക് ആൽക്കലി മെറ്റൽസ് ഹൈഡ്രജൻ ഓൾസോ ഷോസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് +1 ഇറ്റ്സ് കോമ്പൗണ്ട്. അപ്പോൾ HCl എടുക്കുന്ന സമയത്ത് എന്താണ് H+ഉം Cl-, NaCl-നകത്ത് Na+, Cl-. സെയിം 1+1 എന്നുള്ള ആ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസി എന്താണ് രണ്ട് സിസ്റ്റത്തിൻ്റെയും സെയിം ആണ്. ഇനി കോമ്പിനേഷൻ വിത്ത് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. ഹൈഡ്രജൻ എന്ത് ചെയ്യാറുണ്ട്, ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹാലൈഡുമായിട്ടാണെന്നുണ്ടെങ്കിൽ HX എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലുള്ള ഹാലൈഡ്സ് ആണ് ഫോം ചെയ്തത്. സൾഫൈഡുമായിട്ട് H2S, ഓക്സിജനുമായിട്ടൊക്കെ എന്താണ് H2S. ആ ഒരു രീതിയിലുള്ള ഓക്സൈഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജനും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫോം ചെയ്യുന്നുണ്ട്.
വിത്ത് ഓക്സിജൻ ഹൈഡ്രജൻ ഓൾസോ ഫോം ഹൈഡ്രജൻ പെറോക്സൈഡ്. ആൽക്കലി മെറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുവരെ പെറോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്സൈഡ്സ് 3 ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ഉണ്ട്, നോർമൽ ഓക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആൽക്കലി മെറ്റൽസ് പെറോക്സൈഡ് ഫോം ചെയ്യുന്ന പോലെ തന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, പെറോക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു സിമിലർ പ്രോപ്പർട്ടിയാണ് ലിബറേഷൻ അറ്റ് കാഥോഡ്. അപ്പം നമ്മൾ ഫ്യൂസ്ഡ് ആൽക്കലി മെറ്റൽസിനെ സോൾട്ട് എടുക്കുകയാണ്, അതിനെ ഇലക്ട്രോളൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, മെറ്റൽ അയോൺസ് എന്ത് ചെയ്യും, കാഥോഡിൽ ലിബറേറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ സിമിലർ മാനർ ഹൈഡ്രജൻ ഈസ് ലിബറേറ്റഡ് അറ്റ് ദ കാഥോഡ് ഓൺ സബ്ജക്ഷൻ ഓഫ് ദ അക്വ സൊല്യൂഷൻ ഓഫ് ഇറ്റ് സോൾട്ട് ടു ഇലക്ട്രോളിസ്. നമ്മൾ അക്വ സൊല്യൂഷൻ ഓഫ് എന്താണ് ആ ഒരു ഇലക്ട്രോളിസ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ എവിടെയാണ് പോകുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ ആൽക്കലി മെറ്റൽസ് കാഥോഡിൽ പോകുന്ന പോലെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നതാണ്, കാഥോഡിലാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആൽക്കലി മെറ്റൽസ് എന്നാണ് റെഡ്യൂസിങ് ഏജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓക്സിജനെ എന്തായിട്ട് മാറ്റുന്നുണ്ട്, അയണായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ റെഡ്യൂസിങ് പ്രോപ്പർട്ടി പറഞ്ഞു, അതുപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബാലൻസ് പറഞ്ഞു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു, കോമ്പൗണ്ട്സ് വിത്ത് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞത്. ഇനി ഹാലജൻസുമായിട്ട് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഷെയർ ചെയ്ത് നോക്കാം. സോ ഹൈഡ്രജൻ ഓൾസോ റിസംബിൾസ് ഹാലജൻസ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. എങ്ങനെയാണ്, ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു കേസിൽ ലൈക്ക് ഹാലജൻസ് ഹൈഡ്രജൻ ഈസ് 1 ഇലക്ട്രോൺ ലെസ് ദാൻ ദ നിയറസ്റ്റ് നോബിൾ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ ഇലക്ട്രോൺ 1s2 ആകുന്ന സമയത്ത് അത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആവും. അപ്പം എന്താണ്, ഹാലജൻസിൻ്റെ കേസിൽ NS2 Np5 ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എന്തായിട്ട് മാറും, അത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് പോകും. അതുപോലെ തന്നെ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എന്താണ്, അത് ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ പോകും. അപ്പോൾ അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രജൻ്റെ വളരെ ക്ലോസ് ആണ് ഹാലജൻസുമായിട്ട്. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 1312 കിലോജൂൾ പെർ മോൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്ലൂറിൻ ആയിക്കോട്ടെ, ക്ലോറിൻ ആയിക്കോട്ടെ, ബ്രോമിൻ ആയിക്കോട്ടെ, ഏകദേശം എന്താണ് ആ ഒരു സെയിം ഓർഡറിൽ തന്നെയാണ് ഹാലജൻസിനും വരുന്നത്. അപ്പം അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ ഹൈഡ്രജനും ഹാലജൻസും എന്താണ് കമ്പയറബിൾ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, ആൽക്കലി മെറ്റൽസിനേക്കാളും ഹയർ അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഹൈഡ്രജനും അതുപോലെ തന്നെ ഹാലജൻസിനും ഉള്ളത്. ഓക്കെ, ഇനി ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടറാണ്. ഓക്കെ, നമ്മൾ അവിടെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ പറഞ്ഞിരുന്നത് H+ ആകാനുള്ള ഒരു പോസിബിലിറ്റി. സിമിലർ ആയിട്ട് ഇതിന് ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട്, H- ആകാനുള്ള, ഹൈഡ്രൈഡ് ആകാനുള്ള ആ ഒരു ടെൻഡൻസിയും ഹൈഡ്രജൻ ഉണ്ട്. സോ ഹൈഡ്രജൻ ലൈക്ക് ഹാലജൻസ് ഹാസ് ദ ടെൻഡൻസി ടു അക്സെപ്റ്റ് ടു ഫോം മോണോവാലന്റ് ആനിയോൺ ബൈ അക്സെപ്റ്റിംഗ് ആൻ ഇലക്ട്രോൺ. ഹൈഡ്രജൻ ആസ് വെൽ ആസ് ഹാലജൻ അക്വയർ എ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. നോക്കുക, എന്താണ് H- ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. F ആണെങ്കിൽ F- ആവും, അതുപോലെ Cl- ആവും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലുള്ള സിമിലാരിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റും അതുപോലെ എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഹാലജൻസിൻ്റെ പോലെ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യാം, ഹൈഡ്രജനും പോസിബിൾ ആണ്. അതുപോലെ ഡയോട്ടോമിക് നേച്ചറാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഡൈ ഹൈഡ്രജൻ H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഹാലജൻസ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, F2, Cl2, Br2, I2 ആ രീതിയിലാണ് അവർ നോർമലി നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഹൈഡ്രജൻ മോളിക്യൂൾ എങ്ങനെയാണ്, ഈസ് ഡയറ്റോമിക് ലൈക്ക് ഹാലജൻസ് ആണ്. ഇനി ലിബറേഷൻ അറ്റ് ആനോഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെറ്റൽ സോൾട്ടിൻ്റെ കേസിൽ അതിനെ ഇലക്ട്രോളൈസ് ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ ലിബറേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു കേസിൽ വെൻ ദ ഫ്യൂസ്ഡ് മെറ്റൽ ഹൈഡ്രേറ്റ്സ്. ഓക്കെ, ആൽക്കലി മെറ്റൽ ഹൈഡ്രേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സച്ചസ് ലിഥിയം ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രേറ്റിനെ ഇലക്ട്രോളൈസ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ എവിടെ ലിബറേറ്റ് ചെയ്യും, ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ദ സെയിം വേ ഹാലജൻസ് ലിബറേറ്റഡ് അറ്റ് ദ ആനോഡ്. ഓക്കെ, ആ ഒരു കേസിലും നമ്മൾ ആൽക്കലി മെറ്റൽ സോൾട്ട് എടുത്തായിട്ട് ഇലക്ട്രോളൈസ് ചെയ്യുമായിരുന്നു. ഈ ഒരു കേസിൽ എന്താണ്, മെറ്റൽ ഹൈഡ്രേറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോളൈസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഹൈഡ്രജൻ എവിടെ ലിബറേറ്റ് ചെയ്യും, ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. അത് ഹാലജൻസിനെ പോലെ, ഹാലജൻസ് സാധാരണ എവിടെയാണ് ലിബറേറ്റ് ചെയ്യുന്നത്, ആനോഡിലാണ് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സിമിലർ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഹൈഡ്രജൻ്റെ സിമിലാരിറ്റീസ് ആണ് വിത്ത് ആൽക്കലി മെറ്റൽസും ഈ പറഞ്ഞ പോലെ ഹാലജൻസും. മനസ്സിലാകാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വീണ്ടും പറയുന്നൊന്നുമില്ല. നെക്സ്റ്റ് ഓക്കെ, 2 പ്രോപ്പർട്ടിയോട് പറയുന്നുണ്ട്. ഒന്ന് നോൺ മെറ്റാലിക് ക്യാരക്ടറാണ്. ഹാലജൻസ് നമുക്കറിയാം നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ ആ ഒരു നോൺ മെറ്റാലിക് ക്യാരക്ടർ ഹൈഡ്രജനും ഉണ്ട്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് കോമ്പൗണ്ട്സ് ലൈക്ക് ഹാലജൻസ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, നോൺ മെറ്റൽസ് സച്ചസ് കാർബൺ, സിലിക്കൺ, ജെർമേനിയമായിട്ടൊക്കെ എന്ത് ചെയ്യും, കോവലന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഓക്കെ, ഇതൊക്കെയാണ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ ഡിഫറൻസസ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ആണ് ആൽക്കലി മെറ്റൽസുമായിട്ട് ഹൈഡ്രജൻ ഡിഫർ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്നുള്ളത്. സോ ഒന്ന് അയണൈസേഷൻ എൻതാൽപ്പി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഹൈ ആണ്. ഇനി ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, മെറ്റൽസ് ആണ്. ഇതെന്തുണ്ട്, ഒരു നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് കാണിക്കുന്നത് ഹൈഡ്രജൻ. ആൽക്കലി മെറ്റൽസ് എന്താണ്, ടിപ്പിക്കൽ മെറ്റൽസ് ആണ്. ഹൈഡ്രജൻ എന്താണ്, ഒരു നോൺ മെറ്റലാണ്.
അറ്റോമിസിറ്റി പറഞ്ഞു, ഡയറ്റോമിക് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, മോണോ അറ്റോമിക് ആയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നേച്ചർ ഓഫ് ദ കോമ്പൗണ്ട്സ് പറയുകയാണെങ്കിലും ഹൈഡ്രജൻ എന്താണ്, പ്രിഡോമിനൻ്റ്ലി കോവലൻ്റ് ആണ്. പക്ഷേ ഇവരെന്താണ്, ആൽക്കലി മെറ്റൽസ് അയോണിക് കോമ്പൗണ്ട്സ് ആണ് പൊതുവെ ഫോം ചെയ്യുന്നത്. ഓക്സൈഡ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ബേസിക് ഇൻ നേച്ചറാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആൽക്കലി മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് ആണ്. പക്ഷേങ്കിൽ ഹൈഡ്രജൻ ഓക്സൈഡ് H2O എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രൽ ഓക്സൈഡ്സ് ആണ് ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആൽക്കലി മെറ്റൽസിൽ നിന്നുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി ഹാലജൻസിൽ നിന്നുള്ള ഡിഫറൻസ് നോക്കാം. ഒന്ന് ലോ ടെൻഡൻസി ഫോർ ഹൈഡ്രേറ്റ് ഫോർമേഷൻ. ഓക്കെ, അപ്പം വളരെ റെയർ ആയിട്ടുള്ള കേസ് മാത്രമേ H- ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. മാക്സിമം കേസിൽ H+ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഓർഗാനോ മെറ്റാലിക്സിലൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിക്കും. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് അത് H- ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ നെഗറ്റീവിലേക്ക് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക എന്താണ്, ഹൈഡ്രേറ്റ് ഫോർമേഷൻ അതിന് ലെസ് ടെൻഡൻസി ആണുള്ളത്. സോ ആബ്സെൻസ് ഓഫ് അൺഷെയർഡ് പെയർസ് ഓഫ് ഇലക്ട്രോൺ. നമുക്കറിയാം F- ആണെങ്കിലും Cl- ആണെങ്കിലും എന്തുണ്ട്, അതിന് ഈ പറഞ്ഞ പോലെ ലോൺ പെയർസ് ഉണ്ട്. പക്ഷേ ഹൈഡ്രജൻ്റെ കേസിൽ എന്തില്ല, ഈ പറഞ്ഞ പോലെ ലോൺ പെയർസ് ഇല്ല അതിന്. അതൊരു ഡിഫറൻസ് ആണ് ഹാലജൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇനി നെക്സ്റ്റ് നേച്ചർ ഓഫ് ഓക്സൈഡ്സ് ആണ്. നമ്മൾ ആൽക്കലി മെറ്റൽസ് ഓക്സൈഡ് ബേസിക് ആണെന്ന് പറഞ്ഞു, ഹൈഡ്രജൻ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. ഇനി ഓക്സൈഡ്സ് ഓഫ് ഹാലജൻസ് എന്താണ്, അസിഡിക് ആണ് ഓക്സൈഡ്സ് ഓഫ് ഹാലജൻസ് എന്ന് പറയുന്നത്. ഇത് ഈ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ ഓക്സൈഡ് എന്താണ്, അത് ന്യൂട്രൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഹാലജൻസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും ഹൈഡ്രജൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ സിമിലർ പ്രോപ്പർട്ടി വിത്ത് ഹാലജൻസ് എന്ന് പറയുന്ന പോയിന്റുകൾ ഏതാണ്, അല്ലെങ്കിൽ ഏത് പോയിന്റാണ് കറക്റ്റ്, ഏത് പോയിന്റാണ് ഇൻകറക്റ്റ്, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത് പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള രീതിയിൽ അത് വിട്ട് കളയാനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രജൻ യുണീക്ക് ക്വസ്റ്റ്യൻ ആണ് പീരിയോഡിക് ടേബിൾ എന്നുള്ളത്. സോ ഫ്രം ദ എബോവ് ഡിസ്കഷൻ എന്താണ്, ഹൈഡ്രജൻ ഈസ് യുണീക്ക്, hydrogen is unique in its behavior because it resembles alkali metals as well as halogens. Therefore, it is difficult to assign any definite position to it in the periodic table, and thus the position of the hydrogen in the periodic table is anomalous and is best placed separately in the periodic table of the elements. Okay, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ എന്ന് പറയുന്നതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ യൂണീക്ക് ആയിട്ട് അതിനെ കാണുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസിനൊക്കെ സ്റ്റഡി ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മളുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് നമുക്ക് ഐസോടോപ്സിനെ കുറിച്ചാണ്, ഹൈഡ്രജൻ്റെ ഐസോടോപ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് കുറേ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഐസോടോപ്സിനെ പറ്റി. അപ്പം നമുക്കറിയാം ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഫറൻറ്റ് മാസ് നമ്പർ ഉള്ള സിസ്റ്റമാണ്, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഹൈഡ്രജൻ്റെ കേസിൽ നമുക്ക് 3 ഐസോടോപ്സ് ആണുള്ളത്, പ്രോട്ടിയം, ഡിറ്റീരിയം ആൻഡ് ട്രീഷ്യം. പ്രോട്ടിയം, ഡിറ്റീരിയം ആൻഡ് ട്രീഷ്യം മാസ് നമ്പർ ആയിരിക്കും ഡിഫറൻറ്റ്, H11, 12, 13. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഹൈഡ്രജൻ ഒക്വയറിങ് ഇൻ നേച്ചറിൽ കോമൺലി എന്താണ്, പ്രോട്ടിയമായിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. മറ്റേ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ വളരെ റെയർ ആണ്. It contains 0.015% of deuterium in the form of HD. Okay, അപ്പം deuterium HD എന്ന ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് ഓർത്തിരിക്കുക. ഹൗവർ ദ തേർഡ് ഐസോടോപ്പ് ട്രിഷ്യം എന്ന് പറയുന്നത് എന്താണ്, റേഡിയോ ആക്റ്റീവ് ആണ്. ലിമിറ്റ്സ് ലോ എനർജി ബീറ്റ പാർട്ടിക്കിൾസ് ആൻഡ് കോൺസെൻട്രേഷൻ എന്താണ്, വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടേബിളിനകത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ആ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രജൻ, ഡിറ്റീരിയം, ട്രിഷ്യം, DHDT ആ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ന്യൂക്ലിയർ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ എന്താണ്, 3ൻ്റെ 1 തന്നെയാണ്, മാസ് നമ്പർ 1, 2, 3 ആണ്. അപ്പം ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്താ, ഹൈഡ്രജൻ ഡിഫേഴ്സ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം ഇലക്ട്രോൺസ് സെയിം ആണ്, പ്രോട്ടോൺസ് സെയിം ആണ്, അറ്റോമിക് നമ്പർ സെയിം ആണ്. അപ്പം ഡിഫർ ചെയ്യുന്നത് ഏതിലാണ്, ന്യൂട്രോൺ നമ്പറിലാണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ഡിഫർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഡിഗ്രി ലെവലിലുള്ള ഏതൊരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോറൻസിക് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൻ്റെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കളക്ട് ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സിലബസ് ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്, സിലബസ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു ബൗണ്ടറി മാത്രമാണ്. നമ്മൾ ആ സിലബസിനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യണം, കാണുകയും അത് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം ചിലർ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, പക്ഷേ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്താണ്, നമ്മളത് കുറച്ചുകൂടെ നമുക്ക് സ്ട്രോങ് ആക്കി വെക്കണം. എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. ആ ഒരു ടൈമിനുള്ളിൽ ഇത് ആലോചിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യുന്നതിലാണ് നമ്മളുടെ മാർക്കും അതുപോലെ തന്നെ റാങ്കും ഒക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കെമിസ്ട്രി ഓഫ് ഹൈഡ്രജൻ ഈ പറഞ്ഞ പോലെ നോട്ട് നോക്കുന്ന ഒരാളും പണ്ട് പഠിച്ച ആളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പണ്ട് പഠിച്ച ആളെ സംബന്ധിച്ച് അത് ആലോചിച്ച് എടുക്കേണ്ടി വരും.
ജസ്റ്റ് ഒരു വട്ടമെങ്കിലും ഈ ഒരു നോട്ട് വായിച്ച് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സ്പീഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഈ ഒരു എക്സാമിൽ മാറ്റർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിന്റൂടെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബേസിക് ലെവലുള്ള കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻ്റ് ആണ്. എന്താണ് ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണ്, ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഈ ന്യൂക്ലിയർ സ്പിൻ വാല്യൂ. ഓക്കെ, അപ്പം നമ്മൾ സ്പിൻ വാല്യൂ ഒക്കെ നിങ്ങൾ NMR-നകത്ത് പഠിക്കും. ഹൈഡ്രജൻ്റെ പ്രോട്ടീനത്തിൻ്റെ കേസിൽ 1/2 ആണ്. ഡിറ്റീരിയത്തിൻ്റെ ആ സ്പിൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. ഓക്കെ, ഡിറ്റീരിയത്തിൻ്റെ സ്പിൻ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ട്രിഷ്യത്തിൻ്റെ കേസിൽ 1/2 ആണ്. ഓക്കെ, ഇനി പ്രോട്ടിയം ഡിറ്റീരിയം എന്താണ്, നോൺ റേഡിയോ ആക്റ്റീവ് ആണ്, അതുപോലെ സ്റ്റേബിൾ ആണ്. പക്ഷേ ട്രിഷ്യം എന്താണ്, റേഡിയോ ആക്റ്റീവ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, ബീറ്റ പാർട്ടിക്കിൾസിനെ അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജനറൽ പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഫിസിക്കൽ കോൺസ്റ്റന്റ് അല്ലെ പ്രോപ്പർട്ടീസിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി. അത് മൂന്ന് ഞാൻ ആദ്യം പറയാം. എന്താണ് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ട്രിഷ്യത്തിന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രിഷ്യം കമ്പയർ ചെയ്യുന്ന സമയത്ത് മെൽറ്റിംഗ് പോയിന്റ് നോക്കിയാലും ബോയിലിംഗ് പോയിന്റ് നോക്കിയാലും അതുപോലെ തന്നെ ആ ഡെൻസിറ്റി നോക്കിയാലും എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ നോക്കിയാലും എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ നോക്കിയാലും അതുപോലെ ഡിസോസിയേഷൻ എനർജി നോക്കിയാലും ഏതിനാണ് കൂടുതൽ, എല്ലാം ട്രിഷ്യത്തിനാണ് കൂടുതൽ. അപ്പോൾ അത്രയും പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒറ്റ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കാനായിട്ട്, ഒരു വാല്യൂസ് ഒന്നും പഠിക്കേണ്ട, ഏതിനാണ് കൂടുതൽ എന്നുള്ള ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഹൈഡ്രജൻ, ഡിറ്റീരിയം, ട്രിഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ വാല്യൂസ് കൂടി വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഡെൻസിറ്റി ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെൻസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ആ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഡെൻസിറ്റി എന്താണ്, ആർക്കാണ് കൂടുതൽ, ട്രിഷ്യത്തിനാണ് ഡെൻസിറ്റിയും കൂടുതൽ. ഈ വാല്യൂസ് ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഓർഡർ മാത്രം ഓർത്തിരിക്കുക. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആൻഡ് ഡിസോസിയേഷൻ. ഇത്രയും കാര്യങ്ങൾ ഒറ്റ കണക്ട്, അത്രയും പോയിന്റ്സിന് ഒറ്റ ഓർഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് അത്രയും കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്യുവർ ഹൈഡ്രജനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരുപാട് പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഈ ഒരു മെത്തേഡ് മാത്രം എടുത്ത് പറയാനായിട്ടുള്ള കാരണം ഒരു വട്ടം ഡിഗ്രി ലെവലിലുള്ള ഒരു എക്സാമിന് ചോദിച്ചിരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പ്യുവർ ഹൈഡ്രജൻ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. എന്നിട്ട് അതിനകത്ത് കുറേ അധികം മെത്തേഡിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പേരിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ യോനോസ് മെത്തേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ യോനോസ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ ഹൈഡ്രജൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പോയിന്റ്, നിങ്ങളുടെ റെഫറൻസ് ബുക്കിലുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് വെട്ടി കയറ്റിയത്. ഓക്കെ, അപ്പം നമുക്ക് 3 രീതി ചെയ്യാം. അപ്പം ഒന്നിന് മാത്രമാണ് പേരുള്ളതെന്നേ ഉള്ളൂ. So the pure, very pure hydrogen more than 99.9% purity may be obtained by, okay, 99.9% purity obtain ചെയ്യുന്ന 3 മെത്തേഡ്സ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് ഡൈലൂട്ട് H2SO4 ഓൺ മഗ്നീഷ്യം റിബൺ. എന്ത് ചെയ്യുന്നു, മഗ്നീഷ്യം ഡൈലൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബൈ പ്രൊഡക്റ്റ് MgSO4 ആണ്. ഓക്കെ, അപ്പോൾ അതൊരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ദ ആക്ഷൻ ഓഫ് വാട്ടർ ഓൺ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ഹൈഡ്രേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ല, സോഡിയം ഹൈഡ്രേറ്റും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്താണ് NOH+H2 ഫോം ചെയ്യുന്നുണ്ട്. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ബൈ ദ ആക്ഷൻ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓൺ സ്കാർപ്പ് അലുമിനിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആര്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ എന്ത് കിട്ടുന്നു, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ H2 കിട്ടുന്നു. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ യോനോസ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് മിലിറ്ററി പർപ്പസ്, ഹൈഡ്രജൻ ഫോർ മിലിറ്ററി പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നാലാമതൊരു മെത്തേഡ് പറയുന്നുണ്ട്, ബൈ ഇലക്ട്രോളിസിസ് ഓഫ് വൺ സൊല്യൂഷൻ ഓഫ് ബേരിയം ഹൈഡ്രോക്സൈഡ് യൂസിങ് നിക്കൽ ഓർ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. ഓക്കെ, അപ്പം ഞാൻ എന്തിനാണ് ഈ 4 മെത്തേഡ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CSIR-നൊക്കെ ഒരു വട്ടം ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, പ്യുവർ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 4 മെത്തേഡും പറഞ്ഞത്. അപ്പം നിങ്ങളുടെ എക്സാം ഓൾമോസ്റ്റ് സിമിലർ ടു നെറ്റിൻ്റെ സിലബസ് ആണ്. ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ യോനോസ് മെത്തേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് യോനോസ് മെത്തേഡിൽ എന്താണ് നടക്കുന്നതെങ്കിൽ ഓർത്തിരിക്കുക. ആ മെത്തേഡ് എന്ന് പറയുമ്പം നിങ്ങൾ ഓർത്തിരിക്കണം എന്താണ്, അത് പ്യുവർ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അത്രയും ഓർത്തിരുന്നാൽ തന്നെ ധാരാളം. ഓക്കെ, ഇനി കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ വാട്ടർ ഗ്യാസ്, സ്വിഫ്റ്റ് റിയാക്ഷൻ, സിൻ ഗ്യാസ്, വാട്ടർ ഗ്യാസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പോയിന്റോട് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് റിയാക്ഷൻ ഓഫ് സ്റ്റീം ഓൺ കോക്ക് ആണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഡൈഹൈഡ്രജൻ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് സ്റ്റീം ഓവർ റെഡ് ഹോട്ട് കോക്ക് അറ്റ് ടെമ്പറേച്ചർ, very high temperature in the presence of a nickel catalyst. So in this reaction, first
മിക്സ്ചർ ഓഫ് CO ആൻഡ് ഹൈഡ്രജൻ ആണ് കിട്ടുന്നത്. 1:1 മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അതിനെയാണ് നമ്മൾ വാട്ടർ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ റിയാക്ഷൻ നോക്കുക, റെഡ് കോക്കും വാട്ടറുമായിട്ട് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നു വളരെ ഹൈ ടെമ്പറേച്ചറിൽ. അതുപോലെ കാറ്റലിസ്റ്റിൻ്റെ പേരും മറന്നു പോകരുത്, നിക്കലാണ് ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. ചോദിക്കാം വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സിൻഗ്യാസിൻ്റെ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? നിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടുന്നു? കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ H2 കിട്ടുന്നു. അപ്പോൾ ആ ഒരു മിക്സറിനെ 1:1 മിക്സറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വാട്ടർ ഗ്യാസ് എന്ന്. 1:1 മിക്സർ ഓഫ് CO കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വാട്ടർ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കുക, വാട്ടർ ഗ്യാസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എന്താണ്, ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു മേക്ക് ആൻഡ് ബേൺ പ്രൊഡ്യൂസിങ് എ ലോട്ട് ഓഫ് ഹീറ്റ് സിൻസ് ദ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് മെഥനോൾ. ഓക്കെ, നമ്മൾ മെഥനോളിൻ്റെ സിന്തസിസിലും ശരിക്കും കാർബൺ മോണോക്സൈഡും ഈ പറഞ്ഞ ഹൈഡ്രജൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്പർ ഓഫ് ഹൈഡ്രോ കാർബൺസിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് വേറൊരു പേരോടുണ്ട്, എന്ത്, സിൻ ഗ്യാസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഈ സിൻ ഗ്യാസും വാട്ടർ ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് ആ ഒരു പോയിന്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1:1 മിക്സ്ചർ ഓഫ് carbon monoxide and H2 is called water gas, but all mixtures of CO and H2 irrespective of their composition നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിൻ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കുക എന്താണെന്നുള്ളത്. ഇനി പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിൻ ഗ്യാസ് ഫ്രം കോൾ, ആ ഒരു മെത്തേഡിൽ കൂടെ നമ്മൾ സിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇതും ഒരു വട്ടം ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് കോൾ ഗ്യാസ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നായിരുന്നു ചോദിച്ചിരുന്നത്. സോ ഇത് ചോദിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊന്നും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നിങ്ങളുടെ എക്സാമിനകത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതൊരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ MSc ലെവലും ഡിഗ്രി ലെവലും ഉള്ള എല്ലാ എക്സാമും എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് പറയാനായിട്ട് ഇവിടെ ഒരു അവസരം കിട്ടിയോണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ 2 ടേം പഠിച്ചു, ഒന്ന് സിൻ ഗ്യാസ്, പിന്നെ ഒന്ന് നമ്മൾ വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞു, പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞ ടേം കോൾ ഗ്യാസിഫിക്കേഷൻ ആണ്. 3 ടേമിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. സോ നമുക്ക് ഈ ഒരു കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഹൈഡ്രജനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, നമുക്ക് COയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മെത്തേഡ് ഉപയോഗിക്കും. ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ, the mixture of CO and H2 mixed with the steam and gaseous mixture is heated in the presence of iron chromate FeCrO4 as catalyst at 673 Kelvin. ഓക്കെ, അപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുവാണ്. നമ്മൾ ഈ പറഞ്ഞ വാട്ടർ ഗ്യാസിന് എന്ത് ചെയ്യുന്നു, ആ സ്റ്റീമുമായിട്ട് വീണ്ടും ഹീറ്റ് ചെയ്യുന്നു 673 കെൽവിനിൽ. ഏതിൻ്റെ പ്രസൻസിലാണ്? FeCrO4ൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ എന്താണ്, നമ്മൾ അയൺ ക്രോമേറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ വാട്ടർ ഗ്യാസിൻ്റെ കേസിൽ നിക്കലാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ ഈ ഒരു കേസിൽ ആരെയാണ് ഉപയോഗിക്കുന്നത്, അയൺ ക്രോമേറ്റിനെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ത് കിട്ടുന്നു, ആ CO2 പ്ലസ് എന്ത് കിട്ടുന്നു, H2 കിട്ടും. നമുക്കറിയാം CO2നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈഹൈഡ്രജനെ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ചോദിക്കാം, വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷനകത്ത് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? അയൺ ക്രോമേറ്റ് ആണ് നമ്മൾ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. സോ ദിസ് കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് കാർബൺ മോണോക്സൈഡ് ഓഫ് ദ സിൻ ഗ്യാസ് റിയാക്ട് വിത്ത് ദ സ്റ്റീം ടു പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് മോർ ഡൈഹൈഡ്രജൻ ഇസ് നോൺ ആസ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. സോ ദ CO2 പ്രൊഡ്യൂസ്ഡ് എങ്ങനെയാണ് ഇതിനെ റിമൂവ് ചെയ്യുന്നതെന്ന് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. CO2 ക്യാൻ ബി റിമൂവ്ഡ് ബൈ സ്ക്രബിംഗ്. എന്താണ്? ബൈ സ്ക്രബിംഗ് വിത്ത് സോഡിയം ആർസനേറ്റ് സൊല്യൂഷൻ. എങ്ങനെ നമുക്ക് CO2നെ റിമൂവ് ചെയ്യാം? ബൈ സ്ക്രബിംഗ് വിത്ത് സോഡിയം ആർസനേറ്റ് സൊല്യൂഷൻ. സോ ദ resulting mixture is compressed to about 13 atmospheric pressure and is passed through water. So the carbon monoxide dissolves in water under the pressure while dihydrogen released is collected. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈഹൈഡ്രജനെ കളക്ട് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ ലാസ്റ്റ് പോയിന്റും ഒരു വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഡസ്ട്രിയൽ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നായിരുന്നു ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. സോ 77% ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പെട്രോകെമിക്കൽസിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 18% ഫ്രം കോൾ, 4% ഫ്രം ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സൊല്യൂഷൻ ആൻഡ് 1% ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റോട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. 77% ഓഫ് ഇൻഡസ്ട്രിയൽ ഹൈഡ്രജനെ നമ്മൾ പെട്രോകെമിക്കൽസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 80% ഫ്രം കോൾ ആണ്, പിന്നെ 4% ഫ്രം ഇലക്ട്രോളിസിസ് ആൻഡ് 1% ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനകത്ത് ഞാൻ യോനോസ് മെത്തേഡ് പറഞ്ഞു. പ്യുവർ ഹൈഡ്രജനെ സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മെത്തേഡാണെന്ന് പറഞ്ഞു.
പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞു. കോക്കും അതുപോലെ തന്നെ ആ സ്റ്റീമിൽ പാസ് ചെയ്യുന്ന സമയത്ത് നിക്കൽ കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? സിൻ ഗ്യാസ് കിട്ടുന്നു, അല്ലെങ്കിൽ വാട്ടർ ഗ്യാസ് കിട്ടുന്നു. സോ സിൻ ഗ്യാസ് എന്താണ്, വാട്ടർ ഗ്യാസ് എന്താണ്, കോൾ ഗ്യാസിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായി. ഇനി നമുക്ക് കാർബൺ മോണോക്സൈഡും ഡൈഹൈഡ്രജനും ആണുള്ളത്. അപ്പോൾ ഈ കാർബൺ അതിനകത്തുനിന്ന് ഹൈഡ്രജനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നമ്മൾ കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ആരെ ഉപയോഗിക്കുന്നു? വേറൊരു കാറ്റലിസ്റ്റിനെ ഉപയോഗിക്കുന്നു. അയൺ ക്രോമേറ്റ് FeCrO4 നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? CO2 പ്ലസ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? CO2നെ റിമൂവ് ചെയ്യാനായിട്ട് സ്ക്രബിംഗ് വിത്ത് സോഡിയം ആർസനൈഡ് സൊല്യൂഷനായിട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് CO2നെ റിമൂവ് ചെയ്തിട്ട് ഡൈഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റും? സിന്തസിസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ഇൻഡസ്ട്രിയൽ ഹൈഡ്രജൻ 77% പെട്രോ കെമിക്കൽസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 18% ഫ്രം കോളാണ്, 4% ഫ്രം അക്വ സൊല്യൂഷൻ ആൻഡ് ദെൻ 1% ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ആണ്. ആദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അത് കഴിഞ്ഞിട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയാവുന്ന പ്രോപ്പർട്ടികൾ എന്താണ്? കളർലെസ്, ടേസ്റ്റ്ലെസ്, ഓർഡർലെസ് ഗ്യാസ് ആണ്, സ്ലൈലി സോലബിൾ ഇൻ വാട്ടർ ആണ്, എന്താണ് ഹൈലി കമ്പസ്റ്റബിൾ ആണ്, അതുപോലെ എന്താണ് ഹാൻഡിൽ വെരി കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ, ലൈറ്റസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് അബൌട്ട് 1/14th ഓഫ് ദാറ്റ് ഓഫ് ദ എയർ. ഓക്കെ, 1/14th ഓഫ് ദാറ്റ് ഓഫ് ദ എയർ ആണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഡൈഹൈഡ്രജൻ ഈസ് ക്വിറ്റ് സ്റ്റേബിൾ ആൻഡ് ഡിസോസിയേറ്റ്സ് ഇൻടു ഹൈഡ്രജൻ ആറ്റംസ് ഓൺലി വെൻ ഹീറ്റഡ് അബവ് 2000 Kelvin. ഓക്കെ, വളരെ ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്ഷൻ വിത്ത് മെറ്റൽസ്. ഓക്കെ, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫോം ചെയ്യുന്നതാണ്. സോ നോക്കുക, എന്ത് ഫോം ചെയ്യും? മെറ്റൽ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യും. അത്രേ ഉള്ളൂ. ജനറൽ റിയാക്ഷൻ എങ്ങനെ പറയാം? മെറ്റൽ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സിങ് എന്താണ്? MH എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ഈ ഒരു ഫോമിലുള്ള മെറ്റൽസ് ഫോം ചെയ്യും. ആ M എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലി മെറ്റൽസ് ആണ് ഇവിടെ. സോ ദ ഡൈഹൈഡ്രജൻ combines with the metals like sodium, potassium, calcium upon heating to form the corresponding hydrates which are of അയോണിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും? അയോണിക് നേച്ചർ ഉള്ള ഹൈഡ്രേറ്റ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ -1 ആയിരിക്കും. -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഹൈഡ്രേറ്റ്സിൽ. ഇനി ട്രാൻസിഷൻ മെറ്റൽസുമായിട്ടാണ് ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. വിത്ത് ഡി ബ്ലോക്ക് സജസ് പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ, ദ ഡൈഹൈഡ്രജൻ ഫോംസ് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്സ് in which the small molecules of the dihydrogen occupy the interstitial sites in the crystal lattice of these hydrates. Okay, ഇവിടെ നിങ്ങളൊരു ടേമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഒക്ലൂഷൻ. ഇത് ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഒക്ലൂഷൻ? ഒക്ലൂഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്സ് ദിസ് മെറ്റൽ absorb ആണ് ലാർജ് വോളിയം ഓഫ് ഹൈഡ്രജൻ ഓൺ ദെയർ സർഫസ് ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഓഫ് അബ്സോർപ്ഷൻ ബൈ ദ ഗ്യാസ് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഒക്ലൂഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ സർഫസ് കെമിസ്ട്രിക്കകത്ത് ഒക്ലൂഷനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പം നമ്മൾ പൊതുവെ ടൈറ്റാനിയം അതുപോലത്തെ കാലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന കേസിൽ ഈ മെറ്റൽ സർഫസിൽ അല്ലെങ്കിൽ ട്രാൻഷൻ മെറ്റൽ സർഫസിൽ ഈ ഹൈഡ്രജൻ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ബൈൻഡ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനത്തിനെയാണ് ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഒക്ലൂഷൻ എന്ന് വിളിക്കുന്നത്. സോ ദ ഒക്ലൂഡഡ് ഹൈഡ്രജൻ ക്യാൻ ബി ലിബറേറ്റഡ് ഫ്രം ദ മെറ്റൽസ് ബൈ സ്ട്രോങ് ഹീറ്റിംഗ്. എന്ത് ചെയ്താൽ മതി? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അത് ലിബറേറ്റഡ് ആയി പൊക്കോളും. ഓക്കെ, അപ്പം ട്രാൻഷൻ മെറ്റൽസുമായിട്ട് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി ആൽക്കലി മെറ്റൽസുമായിട്ട് MH എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റൽ ഹൈഡ്രേറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. സാധാരണയായിട്ട് സോഡിയം, പൊട്ടാസ്യം അതുപോലെ തന്നെ കാൽസ്യമായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി റിയാക്ഷൻ വിത്ത് നോൺ മെറ്റൽസ് ആണ്. ഇത് സ്പെസിഫിക് ആയിട്ട് ഇത് എടുത്ത് പറയാനുള്ള കാര്യം, നോൺ മെറ്റൽസ് നൈട്രജൻ്റെ കേസിൽ, ഓക്കെ, ഹാലജൻസിൻ്റെ കേസിൽ, ഹൈഡ്രജൻ്റെ കേസിൽ, ഡൈനൈട്രജൻ്റെ കേസിൽ നമ്മൾ ഡൈനൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അമോണിയ കിട്ടുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഹേബർ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഞാനിത് ആഡ് ചെയ്തത്. സോ ദ ഡൈഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് നോൺ മെറ്റൽസ് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. എന്താണ് സ്പെസിഫിക് കണ്ടീഷനാണ്? ആ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഡൈനൈട്രജനായിട്ടുള്ള കേസാണ് ആദ്യം പറയുന്നത്. N2+3H2 ഗീവിങ് എന്താണ് 2 moles ഓഫ് NH3. ഇവിടെ നമ്മൾ കാലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് അയണും മോളിബ്ഡിനും നമ്മൾ കാലിസ്റ്റായിട്ട് ഉപയോഗിക്കാം. ചോദിക്കാം, ഹേബർ പ്രോസസ്സിൽ കാലിസ്റ്റായിട്ട് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അയണിനെ ഉപയോഗിക്കാം, മോളിബ്ഡിനത്തിനെ ഉപയോഗിക്കാം. ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു റിയാക്ഷൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് സ്പെസിഫിക് കണ്ടീഷനിൽ നോൺ മെറ്റൽസ് ആയിട്ടുള്ള ഡൈനൈട്രജനോട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അമോണിയ ഒക്കെ കിട്ടുന്നുണ്ട്. സോ
ഈ ഒരു റിയാക്ഷൻ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ കൂടിയാണ്. Fe acts as the catalyst and MO acts as the promoter. So Fe എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്, MO എന്ന് പറയുന്നത് എന്താണ്, മോളിബ്ഡിനം എന്നാണ് ഇവിടുത്തെ ഒരു പ്രൊമോട്ടർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാനുഫാക്ചർ ഓഫ് അമോണിയക്ക് ഉപയോഗിക്കുന്ന ഈ റിയാക്ഷനെ ഹേബർ പ്രോസസ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹേബർ പ്രോസസ്സ് മനസ്സിലാക്കിയിരിക്കുക. ഹേബർ പ്രോസസ്സിനകത്ത് അയൺ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ്, മോളിബ്ഡിനം എന്ന് പറയുന്നത് പ്രൊമോട്ടർ ആണ്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഹൈഡ്രജൻ റിയാക്ഷൻ വിത്ത് എന്താണ്, നോൺ മെറ്റൽസ് ആണ് അമോണിയ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ആണ് ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഹാലജൻസിൻ്റെ കേസ് നോക്കാം. ജനറലി നമുക്ക് ഹാലജൻസോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് HX എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ആ ഒരു കേസിലും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. HF, HCl, HBr, HE ഒക്കെ ഫോം ചെയ്യും. ഓക്കെ, ഇനി റിയാക്ഷൻ വിത്ത് മെറ്റൽ ഓക്സൈഡ്സ് ആണ്. ഓക്കെ, മെറ്റൽ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഡൈഹൈഡ്രജൻ എന്താണ്, സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, അത് മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറ്റും, മെറ്റലായിട്ട് മാറ്റും. ജനറൽ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. MXOY plus XY molecules of H2 giving XM plus Y moles of H2O. ഓക്കെ, കോപ്പർ ഓക്സൈഡ് CO ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കോപ്പർ ആയിട്ട് മാറുന്നു. സിങ്ക് ഓക്സൈഡ് സിങ്ക് ആയിട്ട് മാറുന്നു. PbO എന്ന് പറയുന്നത് ലെഡ് ആയിട്ട് മാറുന്നു. Fe3O4 അതൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റമാണ്, അതെന്തായിട്ട് മാറുന്നു, അയണായിട്ട് മാറുന്നു. അതായത് നമ്മുടെ മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് മെറ്റലായിട്ട് മാറും. കാരണം എന്താണ്, അതൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്സൈഡ്സ് ഓഫ് സ്ട്രോങ്ലി ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ് സച്ച് ആസ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലി എർത്ത് മെറ്റൽസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെത്തേഡ് വെച്ച് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എല്ലാ ഓക്സൈഡ്സിനെയും പറ്റത്തില്ല. ആൽക്കലി മെറ്റൽ ഓക്സൈഡ്സും ആൽക്കലി എർത്ത് മെറ്റൽ ഓക്സൈഡ്സും ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് മെറ്റലായിട്ട് പോകത്തില്ല. നമ്മൾ സംസാരിക്കുന്ന ഏതാണ്, ട്രാൻഷൻ മെറ്റൽ കോംപ്ലക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റൽസിന് മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, ഡൈഹൈഡ്രജൻ എന്ത് ചെയ്യത്തുള്ളൂ, മെറ്റൽ ഓക്സൈഡിനെ മെറ്റലായിട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ആൽക്കലിയും ആൽക്കലി എർത്ത് മെറ്റൽസിന് എന്ത് ചെയ്യത്തില്ല, അതിനെ കൺവേർട്ട് ചെയ്യത്തില്ല. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. എന്താണ്, ഓക്സൈഡ്സ് ഓഫ് സ്ട്രോങ്ലി ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ് ഓഫ് ദ ആൽക്കലി ആൻഡ് ആൽക്കലി എർത്ത് മെറ്റൽസ് ആർ നോട്ട് റെഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ്. ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണിത്. നിങ്ങൾ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിക്കകത്ത് പഠിക്കും. ഓക്സോ പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ കാറ്റലിറ്റിക് സൈക്കിള് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളവിടെ ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കേസിൽ ഹൈഡ്രോ ഫോർമുലേഷൻ ഓഫ് ഒലിഫീൻസ് ടു ആൽഡിഹൈഡ്സ്, നമ്മൾ ഡബിൾ ബോണ്ട് സിസ്റ്റത്തിനെ നമ്മൾ ഹൈഡ്രോ ഫോർമുലേഷൻ നടത്തി ആൽഡിഹൈഡ്സ് ആക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ ആ ഒരു റിയാക്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജനെ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ ആ കാറ്റലിസ്റ്റിൻ്റെ പേര് ഓർത്തിരിക്കണം. കുറേ കാര്യങ്ങളുണ്ട് അവിടെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ പഠിക്കും. സോ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇട്ട് പോകാം. ദ ഒലിഫീൻസ് റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ്, ഇതാണ് നമ്മുടെ കാറ്റലിസ്റ്റ്, കൊബാൾട്ട് CO4 ടൈപ്സ്. ഇതാണ് നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഈ കാറ്റലിസ്റ്റ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മോഡിഫൈഡ് ചെയ്തിട്ട് HCO4 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോമിലേക്ക് മാറാം. ഓക്കെ, നിങ്ങൾ എന്തായാലും ഈ ഫോം പഠിക്കേണ്ട, നമ്മൾ ഈ ഒരു ഫോമാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഞാൻ ആ ഒരു സമയത്ത് ഓർഗാനോമെറ്റാലിക്സ് പഠിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് മാറുന്നുള്ള കാര്യമൊക്കെ പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ അതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ടു ഫോം എന്താണ്, ആൽഡിഹൈഡ്സ്. ജനറൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഒലിഫീൻ ആണ്, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു. കാറ്റലിസ്റ്റ് ഉണ്ട്, ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറിലുമാണ് എന്ത് കിട്ടുന്നു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് കിട്ടുന്നു. ഈ റിയാക്ഷനാണ് ഹൈഡ്രോ ഫോർമൈലേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഓക്സോ പ്രോസസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ദ ആൽഡിഹൈഡ് ദസ് ഫോം ഡീസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോം ചെയ്ത ആൽഡിഹൈഡിനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോളാക്കി മാറ്റാനായിട്ട് സാധിക്കും. സോ ആ ആൽക്കഹോളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആൽക്കഹോളാക്കി മാറ്റാനായിട്ട് സാധിക്കും. സോ അത് ഇൻഡസ്ട്രിയിൽ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹൈഡ്രോ ഫോർമുലേഷൻ നടത്തി അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ആൽക്കഹോളാക്കി മാറ്റാനായിട്ട്, റെഡ്യൂസ് ചെയ്തിട്ട് ഹൈഡ്രജൻ തന്നെ വെച്ച് റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. സോ അതും എന്താണ്, ഈ പറഞ്ഞ ഹൈഡ്രജൻ്റെ യൂസ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്. സോ ഇനി ആ യൂസസ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് ജനറലി പറയാം. ഫസ്റ്റ് എന്താണ്, നമ്മൾ ഓൾറെഡി റെഡ്യൂസിങ് ഏജന്റ് എന്നുള്ള കാര്യം പറഞ്ഞു. ഇൻ ലബോറട്ടറി ആൻഡ് ഇൻഡസ്ട്രി, ഇൻ മെറ്റലർജിക്കൽ പ്രോസസ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഹെവി മെറ്റൽ ഓക്സൈഡ്സ് ടു മെറ്റൽസ്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കോപ്പർ, ലെഡ്, അയൺ ആ ഒരു കേസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് മെറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ ഡൈഹൈഡ്രജൻ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വനസ്പതി ഫാറ്റ് ബൈ ദ ഹൈഡ്രോജനേഷൻ ഓഫ് ദ പോളിസാച്ചുറേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് ലൈക്ക് സോയാബീൻ, കോട്ടൺ സീഡ്സ് എക്സെട്ര. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് ഡൈഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, മാനുഫാക്ചർ ഓഫ് അമോണിയ ബൈ ഹേബർ പ്രോസസ് ആണ്. ഓൾറെഡി നമ്മൾ ഈ ഒരു പോയിന്റ് പറഞ്ഞതാണ്. ദെൻ ഡൈഹൈഡ്രജൻ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ബൾക്ക് ഓർഗാനിക് കെമിക്കൽസ് സച്ച് ആസ് മെത്തനോൾ.
മെത്തനോൾ. ഓക്കെ, അപ്പോൾ മെത്തനോളിനെ നമ്മൾ വാട്ടർ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കാർബൺ മോണോക്സൈഡും എന്താ ഈ പറഞ്ഞ പോലെ ഹൈഡ്രജനോടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആരെ ഉണ്ടാക്കുന്നത്? മെത്തനോൾ. മെത്തനോൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് സോൾവെൻ്റ് ആണ്. സോൾവെൻ്റ് മാത്രമല്ല, ഒരുപാട് യൂസ് ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് മെത്തനോൾ എന്ന് പറയുന്നത്. സോ മെത്തനോളിൻ്റെ പ്രൊഡക്ഷനിൽ നമ്മൾ ഡൈഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. റോക്കറ്റ് ഫ്യൂലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പേസ് റിസർച്ച് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഹൈഡ്രജൻ ആൻഡ് ലിക്വിഡ് ഓക്സിജൻ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് പെട്രോൾ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച്, ഓക്സി ഹൈഡ്രജൻ ടോർച്ചസ് ഫോർ കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് പർപ്പസ്. നിങ്ങൾ ഈ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടാകും. കട്ടിംഗ് വെൽഡിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ഇൻ ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസിലും ഹൈഡ്രജൻ ഉപയോഗിക്കാറുണ്ട് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇറ്റ് ഹാസ് മെനി അഡ്വാൻറ്റേജസ് ഓവർ കൺവെൻഷണൽ ഫ്യൂവൽ സെൽസ് ആൻഡ് ഇലക്ട്രിക് പവർ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു കാര്യമൊന്നും പറയുന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാത്തില്ലാത്ത 2-3 ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബേസിക് പോർഷനകത്ത് നമ്മൾ മെയിനായിട്ട് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. റിയാക്ഷൻ വിത്ത് മെറ്റൽ ഓക്സൈഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാലജൻസ്, നൈട്രജൻ, അതുപോലെ സിൻ ഗ്യാസ്, നമ്മളുടെ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്താണ്, അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഈ നെക്സ്റ്റ് പോർഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ.